ഈ കടിച്ചതിനെക്കാട്ടിയും വലുത് മാളത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? അതേ അവസ്ഥയാണ് നമ്മളെ ജനങ്ങളിപ്പം കേരളത്തിൽ കാണുന്നത്. കോമഡി 3 കൊണ്ട് ഭയങ്കര എന്റർടൈനാണ് ഇപ്പം കേരളക്കാർക്കുള്ളത്. പക്ഷെ പുറത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ച് കളിയാക്കുന്നു. ഈ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇവർ ഈ ട്രോളൊന്നും കാണുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു കസേര നടുക്ക് വെച്ചിട്ട് 3 റൗണ്ട് അടിക്കുന്ന ട്രോളും അതൊക്കെ ഞാനെങ്ങാറ്റാണെങ്കിൽ നീങ്ങാറ്റം എടുത്തോളാം ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നു. ഇതെന്താ 3 നിന്നിട്ട് ഇങ്ങനെ പത്രസമ്മേളനം എങ്ങനെയല്ലോ ഒരുത്തനെ ഒഴിവാക്കിയിട്ട് വേറെ ഈ ടീമിന് കൊടുത്താൽ നന്നാവെന്ന് വിചാരിച്ചിട്ട് നിന്ന് ജനങ്ങള് വിഡ്ഢികളാക്കിയിട്ട് ഇവര് 3 അടി ചെയ്യുന്നു. എന്നാലോ ഇത് ജനസേവനത്തിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല അടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ മുഖ്യമന്ത്രി പദം ജനസേവനത്തിന് ആവശ്യമുണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ അടി കഴിയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. 3-4 ദിവസമായി കോമാളിത്തരല്ലേ കാണുന്നത്. ഇത് കോമാളിത്തരം എന്ന് പറയാം. കോമാളിത്തരം ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് വരെ ഈ 3 കോമാളിത്തരം ജനങ്ങൾ കണ്ടോണ്ട് നിൽക്കുന്നത്. ഇവർ ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാത്തതാണോ അല്ലെങ്കിൽ ഇവര് ഈ കോമാളിത്തരം കാണിക്കുന്നതാണോ മനസ്സിലാകുന്നില്ല. സോഷ്യൽ മീഡിയ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, ഒരു കസേര 3 റൗണ്ട് അടിക്കുന്നത് അതേ അവസ്ഥ തന്നെ ഉള്ളത്. ഏതോ ഹൈക്കമാൻഡിന്റെ തലപ്പത്തുള്ള ഒരു മനുഷ്യൻ വരെ അവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഈ ഇതിനടി കഴിയുന്നു. എന്താ ഇതിനൊക്കെ പറയണ്ടേ? പറ്റൂലെങ്കിൽ ഒഴിഞ്ഞു പോടോ, മറ്റേ ടീം അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് കേറിയിട്ട് തുടങ്ങുമ്പം തന്നെ നിങ്ങൾ ഈ അവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ 5 കൊല്ലം എങ്ങനെ പോകും? പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ അപ്പുറം ഇപ്പുറം പാര വെച്ച് ഇതങ്ങ് അലക്ക സമാവാത്തിയാക്കും. അക്കാര്യം ഉറപ്പാ. ഓക്കെ, ബൈ.